ബ്രോ ഇല്ലേ ഒരു നല്ലൊരു പാട്ട് പാടാമോ? പക്ഷെ മ്യൂസിക് ഒന്നും പ്ലേ ചെയ്യില്ല, അല്ലാതെ പാടാമോ? ഇപ്പൊ പാടണം. ആ, മ്യൂസിക് ഒന്നും പ്ലേ ഓക്കെ. ചെയ്യില്ല. ഇല്ല, മ്യൂസിക് ഒന്നും പേരില്ല. ഇപ്പൊ തന്നെ ഓൺ വോയിസ് പാടിത്തരാം. ഓക്കെ, ഇതാ പിടിച്ചോ ബ്രോ. പൊന്തരിമണലിൽ സുന്ദര വിരലാലൻ കഥ എഴുതിയതാരാണ്? കിന്നര വീണ തന്ത്രികളൊന്നിൽ മന്ത്രമുണർത്തിയതാരാണ്? മാനസ ചന്ദ്രികയാണോ കാതരയാ മൊഴിയാണോ? ചിറകടിയുണരും ചില്ലയിൽ അറിയാതൊരു തളിരുലയുമ്പോൾ ഇലമാരിത്തുള്ളിയേറ്റുവോ അത് ചിപ്പിക്കുള്ളിൽ വീണുവോ? മഴവില്ലിൻ ചെരുവിലൂടവേ ആകാശപ്പടവിറങ്ങിയോ? നോക്കുന്ന ദിക്കിലാക്കവേ ചെടിയെല്ലാം പൂവണിഞ്ഞുവോ? മനമാകെ ചാഞ്ചാടി ആലോലം നിലവിൽ നീ വന്നു ചേരവേ തനുവാകെ കുളിര് കോരിയോ? ഇനിയെന്നും കൂടെ എത്തുമെന്നോർമ്മ നീ. അരികത്തായാരോ പാടുന്നുണ്ടോ അതോ എന്റെ മനസ്സാണോ? ആരാരോ എന്തോ പറയുന്നുണ്ടോ അനുരാഗവചസോ പാഴ്സ്വരമോ? ഓ, വേറെ അത്രേ ഉള്ളൂ. മലയാളം, എന്താ ബ്രോ? ഹിന്ദി ഒക്കെ അറിയോ? ഹിന്ദി പാട്ടൊക്കെ അറിയോ? ഹിന്ദി പാട്ട് അറിയാം ബ്രോ, പക്ഷെ ലിറിക്സ് കാണാൻ അറിയത്തില്ല ബ്രോ. പ്ലേ ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഞാൻ അറിയുന്ന ലിറിക്സ് ഒരു പാട്ട് തരാം. ഫുൾ മറ്റേ അറിയോ? ഫുള്ള് പാടണോ? അല്ല, ഇംഗ്ലീഷ് അറിയോ? വേറെ അറിയോ? നല്ല അറിയോ? ഇല്ല, ഇംഗ്ലീഷ് ഞാൻ പാടിയ ബ്രോ എന്റെ വോയിസ് കേട്ടാ ബ്രോ ഓടും. ഇംഗ്ലീഷ് എന്റെ വോയിസും, അതായത് നമ്മുടെ ജസ്റ്റിൻ ബീബറിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു, അത് ഞാൻ ബേബിറ്റ് പാടിയ. ബേബിറ്റ് അതോ? ആ, ബേബിറ്റ് അത് തന്നെ. ബേബിറ്റ് ബേബിറ്റ്. ഓ, ആ അതല്ല, പാട്ട്. മറ്റേ Let me love you, ആ, don't you give up, na na ഓ, na, അറിയാം. na na na. Let me love you, let me love you. അതെ, ആ പാട്ട് ഞാൻ അങ്ങനെ പാടി. പക്ഷെ എന്നാലും അതിന്റെ വോയിസ് എന്റെ അത്ര അങ്ങോട്ട് കൺസിസ്റ്റന്റ് അല്ല, കാരണം ഒരു ഇംഗ്ലീഷ് വോയിസ് അല്ലേ. അപ്പോ അതങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. ആ ഒരു പ്രൊണൗൺസിയേഷൻ ഉണ്ടല്ലോ ബ്രോ, നമ്മുടെ പാട്ടിന്റെ രാഗം വരുന്നത് എപ്പോഴും ഒരു പ്രൊണൗൺസിയേഷനിലാണല്ലോ. അത് എനിക്ക് അതിൽ കിട്ടത്തില്ല. ട്യൂൺ ഉണ്ടെങ്കിലും ആ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കേൾക്കുന്ന പാട്ടേ പോയി. അതുകൊണ്ട് അല്ലെ ഞാൻ പിന്നെ ചുമ്മാ ഇംഗ്ലീഷ് പാടാം. അല്ലെ പിന്നെ ചുമ്മാ പാടാം അല്ലേ? ചുമ്മാ പാടാ. അതന്നെ ഇപ്പം പറയാൻ I used to believe ഓ, we were burning on the edge of something beautiful. Something beautiful, selling a dream. Smoke and made escape was swearing on a miracle. അങ്ങനെ അങ്ങനെ കിട്ടും. ആ. വേറെ ഇതറിയാം മലയാളം? വേറെ റാപ്പിഡ് സോങ് അറിയോ? അങ്ങനത്തെ റാപ്പ് റാപ്പ് ഞാൻ പിടിക്കില്ല ബ്രോ. എന്റെ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ ക്ലാസിക് അല്ലെങ്കിൽ മെലഡീസ്. വേറെ മലയാളം പാട്ട് അറിയോ? വേറെ വേറെ ഏതാ പാടുണ്ട് ഇപ്പം? ഇത് പാടണമെന്ന് ആലോചിക്കുന്നത്. ഈ പാട്ട് എടുത്തരാം. അയ്യോ ആ പാട്ട് ഏതായിരുന്നു? അതിന് തുടക്കം കിട്ടുന്നില്ല. ഏതായിരുന്നു? മറ്റേ നമ്മുടെ ക്യൂനിൽ ഒരു പാട്ടുണ്ട് ബ്രോ. മെലഡി സോങ്, മെലഡി സോങ് അല്ലേ? മെലഡീസ് വേണം. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ ഇതൊന്ന് നോക്കിക്കോട്ടെ. ആ പാട്ട് നോക്കിക്കോട്ടെ ഏതാന്ന്. കോപ്പിറൈറ്റ് ഒന്നും പ്ലേ മനസ്സിലായി? ഇല്ല, പ്ലേ ചെയ്യത്തില്ല. ഞാൻ മ്യൂസിക് പ്ലേ ചെയ്യത്തില്ല. പാട്ട് ഏതാ നോക്കത്തുള്ളൂ, പ്ലേ ആവൂല. കിട്ടി. വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നുമാനിടുമ്പോ നെഞ്ചകമേ പുൽകിടുവാൻ വേനൽ മാറി പെയ്തലിഞ്ഞു പോകുമോ? ഗസലായി പാടും നീരാവേറെയാവോർമകൾ ഇശലിൻ താളങ്ങളായി മാറി നൊമ്പരം ഓരിതനാ ഈ വനിയിൽ
അഴകിയും ഒരു നാൾ മാഞ്ഞിടുമീ തേൻപുഴയായി നീ അഴകിൻ സാഗരമാ. പോളി വേറെ പാട്ടുണ്ടോ ഇനി അറിയാവുന്ന? നീ എന്നെ കൊണ്ട് ഇങ്ങനെ പാടുന്ന ത്രോട്ട് പണിയാക്കോ? വേറെ പാട്ടറിയോ? വേറെ ആ പാട്ടറിയോ? ഇത് നീയില്ല നേരം അറിയാം. കാറ്റിന്റെ നീയില്ല നേരം കാറ്റിന്റെ വാതിൽ ചാരാതെ പോകുന്നുവോ, മാമ്പൂക്കൾ പൂക്കാൻ മീഹാരം പെയ്യാരാവെന്തേ നീറുന്നു, താരരരരെ താരരരരെ വേനലിൽ മീറുമായി പുഴയിലായി മീനുപോ ഉരുകീന. ഇനി അടുത്തത് ബ്രോ എന്തെങ്കിലും എന്താ പറയാ, കണ്ടന്റ് ആണോ? ചുമ്മാ എന്തേലൊക്കെ ഒപ്പിക്കണ്ടേ? ഇനി പിടിക്കല്ലേ, എന്റെ ത്രോട്ട് പണിയായി. പനിയാണോ? അല്ല പണിന്ന് വെച്ചാ ബ്രോ ഇതേമാതിരി ബ്രോയിനെ പോലെ എത്ര പേരെന്നെ പാടിപ്പിച്ചെന്നറിയോ? അതായത് ബ്രോ പാടിയാ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാ എന്നാണ് ഓരോരുത്തർ പറയുന്നത്. അങ്ങനെ എന്നെ കൊണ്ട് പാടിച്ച് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 50 ലൈക്ക് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ മിക്കവാറും ഒരു 60 പാട്ടെങ്കിലും പാടിയിട്ടുണ്ടാവും മിക്കവാറും. പക്ഷെ എന്നെ കൂടുതൽ പാടിപ്പിച്ച ബ്രോ ആയിരിക്കും. വെറൈറ്റി പാട്ടല്ലേ പഠിപ്പിച്ചത്? ഫുള്ള് വെറൈറ്റിയാ പഠിപ്പിച്ചത്. പക്ഷെ ബ്രോ എന്തായാലും ബ്രോ പാടിപ്പിക്കുന്നതോടെ എനിക്കൊരു നല്ലതാണ്, കാരണം എനിക്കൊരു പ്രാക്ടീസ് ആണ്, എന്റെ വോയിസ് ട്രെയിൻ ആവും. അതാ പല പാട്ട് പഠിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായിരുന്നു അത്രയും ക്ലീൻ ആവും നമ്മുടെ. അതെ തന്നെ, നമ്മുടെ എനിക്ക് പാടാൻ പറ്റുന്നൊരു പാട്ടാന്ന് അറിയാം. മറ്റേ ഞാൻ കുറെ ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടാത്തൊരു പാട്ടെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ ഗപ്പിയിലെ ഒരു സോങ് ഇല്ലേ ബ്രോ, മറ്റേ തനിയെ നീ എന്നുള്ള പാട്ടില്ലേ? അത് കേട്ടാലേ അറിയത്തുള്ളൂ, ഇങ്ങനെ പറഞ്ഞ തനിമിലിയ നീ, അതിന്റെ അതിന്റെ വരി ഞാൻ മറന്നു പറയാ. ഈ പാട്ടറിയോ? ഏത്? അയ്യോ, പോകാം ദൂരെ ദൂരെ അതിന് ലിറിക്സ് അറിയത്തില്ല, ആ പ്രശ്നം. ഇയ്യോബിന്റെ പുസ്തകത്തിലെ ആ സോങ്. അതറിയാം. അതിന്റെ ആ ടൂൺ അറിയാം, ലിറിക്സ് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പാടാത്തത്. ഒന്ന് കിട്ടും പക്ഷെ ലിറിക്സ് അറിയത്തില്ല. അതൊക്കെ നോക്കി ഒന്ന് പഠിച്ചു വെക്കാം അങ്ങനത്തെ. ഓ ബ്രോ ഞാൻ ഓരോ പാട്ടും ഞാൻ എന്റെ ഇൻസ്റ്റയിൽ സേവ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ റീലാക്കി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഓരോന്ന് ഇങ്ങനെ പാടി അപ്ലോഡ് ചെയ്തിട്ട് വേണ്ടി ഇട്ടിട്ടുണ്ട്. ബ്രോ കംപ്ലീറ്റ് ഒരു പാട്ട് പഠിച്ചിട്ട് അങ്ങനെ പാടുവാണോ അതോ ഇച്ചിരി? അല്ലല്ല ബ്രോ, 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ്. കാരണം ഫുള്ള് പാടിയാലും ബ്രോ റീച്ച് ആവില്ല, അതാണ് ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ പാടിയിട്ട് ഒരു മ്യൂസിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഏത് സ്പോട്ടിഫൈയിലോ അങ്ങനെയൊക്കെ ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റയിൽ ഒരിക്കലും ബ്രോ ഇൻസ്റ്റ അൽഗോരിതം എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് മാക്സിമം 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് വൈറൽ ആവണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ പാടിയിടണമെങ്കിൽ നമുക്ക് പാടിയിടാം, പക്ഷെ റീച്ച് ആവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് അത്രയും റീച്ച്ഡ് ആയിട്ടുള്ള അക്കൗണ്ട് ആയിരിക്കണം, അല്ലെങ്കിൽ നടക്കൂല. ഞാൻ വളരെ താഴ്ന്ന് നിൽക്കുന്ന ഒരു ലെവലിലാണ് ഇപ്പൊ നിലവിൽ. ഫോളോവേഴ്സ് കുറവാണ്. ബ്രോയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാ ഒരു സബ് ഒക്കെ എത്രയും വേണം? ഒരു 1 lakh ആണോ ഫേമസ് ആണ്? ബ്രോ നല്ല വ്യൂസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബിന്റെ കാര്യത്തിലല്ല ബ്രോ. സബ്സ്ക്രൈബ് എന്നൊരു സംഭവം അല്ലെങ്കിൽ ഫോളോവേഴ്സ് എന്നൊരു സംഭവം ഒന്നുമല്ല സത്യത്തിൽ വേണ്ടതെന്ന് വെച്ചാല്. ഫസ്റ്റ് ബ്രോയ്ക്ക് വേണ്ടത് ഇപ്പൊ യൂട്യൂബിലാണെങ്കിൽ ബ്രോ ഉപയോഗിക്കേണ്ടത് നല്ലൊരു തമ്പനയിലാണ്. ക്ലിക്ക് ബൈറ്റ് എന്നൊരു സാധനമുണ്ട്. ആ സാധനം ബ്രോയ്ക്ക് നല്ല പോലെ ഉണ്ടാക്കാൻ ബ്രോയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ബ്രോയുടെ പോയിന്റ് അവിടെ സെറ്റായി. പിന്നെ വരുന്നത് വെച്ചാൽ ഫസ്റ്റ് ഇൻട്രോ എന്ന് പറയുമ്പോൾ ബ്രോ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ക്യൂരിയസ് ആയിട്ട് ഇപ്പൊ ബ്രോയുടെ കണ്ടന്റില് ഇപ്പൊ ഞാൻ പറയാം, ഈ മലയാളീസിനെ സംബന്ധിച്ചിട്ട് മിസ്റ്റേക്സ് എവിടെ ഉണ്ടോ അവിടെ ചാടി പിടിക്കുന്നവരാണ്. ഇപ്പൊ ഞാൻ പാടുമ്പോ ഇങ്ങനെ ഒരു വെള്ളി വീണ് കഴിഞ്ഞാല് അവിടെ നോക്കിയിട്ട് കമന്റ് ഇടുന്നവരുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ പാട്ട് പാടുമ്പോൾ ആ വെള്ളി വീഴുന്നത് ആദ്യം എടുത്തിടുക, മനസ്സിലായോ? അപ്പൊ ഇവരെടുത്ത് അത് കാണും, ആ വെള്ളി ഇരുന്ന് കാണും. എന്നിട്ട് എന്ത് ചെയ്യാം? ഓക്കെ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം, എന്നിട്ട് പാടുക. അപ്പൊ നമ്മുടെ ആ ഫസ്റ്റത്തെ ആ ഹുക്ക് പോയിന്റ് ഉണ്ട്, ഒരു 3-4 സെക്കൻഡ്, അത് ഓൾറെഡി അവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മുടെ റീൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി വൈറലാവും. അങ്ങനെയാണ്. ബ്രോയ്ക്ക് ഇപ്പോഴത്തെ ദുരന്തറിനകത്ത് പാട്ടൊക്കെ അറിയോ?
ദുരന്തറിലെ ആകെ ഭർ ഓ, കെ പാട്. ആയാ ഹോ മേരാ ഹാസിൽ ലായേ അയ്യാശ് ഹൈ ना तो कारवा की तलाश है ബാക്കി വേണ്ട ലിറിക്സ് അറിയില്ല ബാക്കി പാട്. ബാക്കിയില്ലേ? ना तो हम सफर की അയ്യോ വേണ്ട 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 ഈ വെള്ളി വീഴും വെള്ളി പാട്ടറിയോ? സാരേ ബാ ആയേ, ആ പാട്ടറിയോ? സാഹിബ ലിറിക്സ് അറിയില്ല അതാ പ്രശ്നം എല്ലാം ലിറിക്സ് അറിയില്ല മൊത്തം പാട്ടറിയാ സെയ്യാറെ അറിയോ? सैयारा तू तो बदला नहीं है मौसम जरा सा लौटा हुआ है सैयारा तू तो बदला नहीं है मौसम जरा सा रूठा हुआ है ഓ, ബാക്കിയോട് പാട്. ഹായ് മേ आए मर जाऊं ലിറിക്സ് ബ്രോ പ്രശ്നമാണ് ലിറിക്സാ പ്രശ്നം ബ്രോ ഒന്നും തോന്നരുത് എന്തറിയോ ബ്രോ ലിറിക്സ് എടുക്കണ്ടെന്ന് പറഞ്ഞാണ് ലിറിക്സ് എടുത്താൽ പാട്ട് വരും കോപ്പിറൈറ്റ് വരും അതാണ് പ്രശ്നം അതുകൊണ്ടാണ് എനിക്കറിയാം ഒട്ടുമിക്ക പാട്ടുകളുടെയും അധികം ഒന്നും ലിറിക്സ് ഞാൻ പഠിച്ചിട്ടില്ല എപ്പോഴും ഞാൻ നോക്കി പാടാൻ അറിയത്തില്ലേ? നല്ലപോലെ. നോക്കിപ്പറിയാം ഞാൻ നോക്കട്ടെ ഇപ്പൊ വേണ്ട, ഇപ്പൊ വേണ്ട. അല്ല, ഇപ്പൊ എന്നാ മ്യൂസിക് പ്ലേ ആകാത്ത രീതി വല്ലതും നോക്കാവോ? ഏത് പാട്ടാ വേണ്ടത് ഒന്ന് പറ ചെയ്യാറ് തന്നെ മതി. ചെയ്യാറല്ല അതെ, മ്യൂസിക് പ്ലേ ആകല്ലേ? ഇല്ല എഴുതുന്നത് മാത്രം. ഓക്കെ വെള്ളി വീഴുമോന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനെന്തായാലും ട്രൈ ചെയ്യാം ഓക്കെ എന്നാ മറ്റേ അത് പാടേ, ചെയ്യാറ വേണ്ട. ഏത് പാട്ടാ? ഏത് പറഞ്ഞോ ആ പാട്ടില്ലേ, എന്താ തേരിമേരിയൊക്കെ അറിയോ? അത് അധികം അറിയത്തില്ല വേറെ കുറച്ച് നല്ല ഇപ്പൊ ട്രെൻഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ, എന്നാ ദുരന്തര തന്നെ പാടിയാ മതി. ദുരന്തര. അയ്യോ ദുരന്തർ വേണ്ട ബ്രോ വേറെ ദുരന്തർ വേണ്ട ദുരന്തമായി പോവോ? അതിന് ദുരന്തമായി പോയി ഞാൻ എന്താ വെച്ചാൽ ആ പാട്ട് ഞാൻ അങ്ങനെ ഫുള്ള് പാടിയിട്ടേ ഇല്ല കേട്ട കുറച്ച് ആടിത്രയും ഷാജി പാപ്പന്റെ പാട്ട്. ഷാജി വസ്തും സലാമതിക്കും വീരപ്പാപ്പൻ ഷാജി പാപ്പൻ ആറ്റം പോകും ചീറി പോകും വെക്കം കണ്ടേ ഷാജി പാപ്പൻ മുത്താണി പാപ്പൻ അയ്യോ വേണ്ട മുത്താണി പാപ്പൻ സ്വത്താണി പാപ്പൻ മുത്താണി പാപ്പൻ സ്വത്താണി പാപ്പൻ പരപര പാപ്പ മറ്റേ മറ്റേ സോണും കൂടെ അങ്ങ് പാട്. അതറിയത്തില്ലല്ലേ പുതിയത്? ഏത് ഐറ്റം ഡാൻസ് ആണോ? മറ്റേ വേറൊരു സോങ് പുതിയത്. സുൽത്താന്റെ അത് കുറച്ച് റാപ്പായിട്ട് പോകുന്ന ബ്രോ എനിക്ക് അത് കിട്ടൂല ഞാൻ ക്ലാസിക്കലാ ബ്രോ വരുന്നത് എനിക്ക് ആ വോയിസിൽ സെറ്റ് ആവൂല സുൽത്താൻ അതാ വോയിസ് സെറ്റ് ആവില്ല അത് ഒന്നാമത്തെ വിശ്വാസം അത് ഫീമെയിൽ വോയിസ് ആണ് പാടുന്നത് അപ്പൊ അത് മെയിലിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ഫീൽ കിട്ടില്ല നമുക്ക് പിന്നെ ഈ പാട്ടറിയോ? തൂ മേരാ ആ പാട്ടറിയോ? ഇല്ല അതറിയത്തില്ല കൊറേ ഉണ്ടല്ലോ. മെലഡി സോങ് ബ്രോയ്ക്ക് ഏതൊക്കെയാ വേറെ അറിയോ? മെലഡീസ് ബ്രോ ബ്രോ പറ ഏതിലും പറഞ്ഞോ ഞാൻ അത് അറിയാൻ നോക്കാം ആഷിഖി 2 അറിയോ? तू ही है मुझको बता दे चाहूं मैं आना अपने तो दिल का बता दे चाहूं मैं आना इतना बता दो तुझको चाहत पे अपने मुझको यूं तू नहीं इस्तिया फिर भी ये सोचा दिल ने अब जो लगा हूँ मिलने यूं तो छूटे एक बारो तू ही है मुझको बता दे चाहूं मैं आना अपने तो दिल का बता दे चाहूं मैं आना ഇനി അടുത്തുണ്ടോ? ഓ ഇങ്ങനെ വിടാൻ പാട്ട്
പിന്നെ ഇതുണ്ടോ പറഞ്ഞോണ്ട് തമിഴ് പാട്ടൊക്കെ അറിയോ? ആ അറിയോ. അതെന്നാ എന്ന് പറയും. ഏ അവസരം എന്ന അവസരം നില്ല് പൊന്നേ ഇന്ന് കൊഞ്ച നേരം ഇരുന്നാതാ എന്ന ഏ അവസരം എന്ന അവസരം നില്ല് പൊന്നേ இன்னும் பேசக்கூட தொடங்கலையே நெஞ்சோம் கொஞ்சம் நிறையல இப்போ என்னை விட்டு போகாதே என்னை விட்டு போகாதே இன்னும் பேசக்கூட தொடங்கலையே நெஞ்சோம் கொஞ்சம் நிறையல இப்போ மழை போலே நீ வந்த கடல் போலே நான் நிறையே. പിന്നെ വേറെ ഏതൊക്കെ അറിയാവുന്ന തമിഴ് വേറെ? തമിഴ് ബ്രോ പെട്ടെന്ന് ഒരു ഐഡിയ അങ്ങനെ എന്തോ പെട്ടെന്ന് കഴിക്കുമ്പോ ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലേ? ആ പെട്ടെന്ന് നോക്കുമ്പോ അടി എടുത്ത് ബ്രോ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടും. പെട്ടെന്ന് നോക്കുമ്പോ ഇനി വേറെ ഏതാ അറിയുന്ന നോക്കുമ്പോ ഒരു ബ്ലാങ്ക് ആണ്. പറയുമ്പോ ചിലപ്പോ ആ അത് ഓക്കെ അങ്ങനെ വന്ന് പറയും. അതാണ് അല്ലാണ്ട് മൈൻഡിലേക്ക് വരുന്നില്ല. വൈദീസ് കൊലവറിക്ക് അറിയോ? കൊലവരി 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 അത് മാത്രമേ അറിയത്തുള്ളൂ, വേറെ അറിയത്തില്ല. ഓക്കെ മാമ ട്യൂൺ ചേഞ്ച്. ടൂൺ ചേഞ്ച്. ഓ കൈ ഗ്ലാസ് ബാക്കി പാട്. അറിയില്ല ബ്രോ, ഒത്തിരി അറിയില്ല എനിക്ക്. മറന്നുപോയ പാട്ട്. പാട്ട് മറന്നല്ല ബ്രോ. എനിക്ക് പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ ഒന്നിനും ലിറിക്സ് കാണാതെ മൈൻഡിൽ പഠിച്ചു വെച്ചിട്ടില്ല. അതാ പ്രശ്നം. അതുകൊണ്ട് വരുന്ന പ്രശ്നമാണ്. അല്ലാണ്ട് പാട്ട് ഏകദേശം ഇപ്പൊ ബ്രോ പറയുന്നതിൽ എനിക്ക് എല്ലാം ഒന്ന് രണ്ട് പാട്ട് എനിക്ക് അറിയാത്തേ ഉള്ളൂ. ബാക്കിയെല്ലാം ബ്രോ പറഞ്ഞ എനിക്ക് അറിയാം, ഞാൻ പാടി തന്നു. പക്ഷെ എനിക്ക് അതിന്റെ ലിറിക്സ് അറിയില്ല. അതാ പ്രശ്നം. ഞാൻ പിന്നെ വെച്ചാല് എപ്പോഴും ഞാൻ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാല് ഞാൻ എല്ലാ പാട്ടും പാടില്ല. ഞാൻ പാട്ട് വെച്ചാൽ എന്റെ വോയിസ് ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും സ്ട്രെയിൻ ഉള്ള ഒരു പാട്ട് ഞാൻ എപ്പോഴും പാടി 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 എന്റെ വോയിസ് ഇതാക്കത്തേ ഉള്ളൂ. അപ്പൊ ഈ പാട്ട് മിഡ് ഹോ മറ്റേ ഒച്ച കൂട്ടി പറയുന്നത് നീട്ടുന്നത് സാധനം അറിയോ? പാട്ട് അറിയത്തില്ല. ഞാൻ ബ്രോ പറഞ്ഞുകൊണ്ട് ഞാൻ ആ സൗണ്ട് എടുത്ത് നോക്കി. പാട്ട് മനസ്സിലായി, ഷാറുഖ് ഖാന്റെ അറിയില്ല. ആ പാട്ടില്ലേ? അതൊരു പഴയ പാട്ടാണ്. പഴയതാണെങ്കിൽ അറിയത്തില്ല ബ്രോ. ഞാൻ ഇപ്പോഴും ഈ ഒരു ലെവലിലുള്ള പാട്ടേ നോക്കി അങ്ങനെ അറിയത്തുള്ളൂ. പിന്നെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ളതൊക്കെയാണെങ്കിൽ മാത്രമേ അറിയുന്നുണ്ടാവും. ജനം 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 അതറിയോ? ജനം ജനം സാത്ത് ചലനാ ഹുവേ कसम तने कसम आके मिलना है एक जाए बदन ओ बदन में तुका मेरे होके हमेशा ही रहना कभी न रहना अलविदा मेरे सुबह हो चुके. ലിറിക്സ് തെറ്റാണ് പാടുന്നത്, അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. പക്ഷെ ട്യൂൺ അങ്ങനെ ദർദ് ഹോ തും ഭി ആരാം ഹൈ मेरे मेरे होके हमेशा ही रहना कभी न कहना अलविदा. ബാക്കി ഇടണ്ട, കയ്യിൽ നിന്ന് പോകും. വെള്ളം തൊണ്ടപ്രായ കുറച്ച് പണിയാക്കിയിട്ടുണ്ട്. എന്നാ ഈ ചെറിയ പാട്ടുണ്ടോ, അതായത് ഇത്ര സ്ട്രെയിൻ എടുക്കാത്ത പാട്ടുണ്ട്? അറിയത്തില്ല. ചെറിയ പാട്ട് ഏതാണുള്ളത്? അതിനകത്തായിരുന്നു മറന്നു. നിലാവിന്റെ പൂരം ചോലകളും കുയിലാടും താഴ്വാരങ്ങൾ എല്ലാം നമുക്കിന്നു സ്വന്തം
മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളരെ ഇന്നും നിന്നിൽ രാപ്പകല് കാവലുണ്ടേ എന്റെ കണ്ണേ താനേ തനന്താനേ തന്താനേ ആരോ ആരാരിരാരോ ഏതാനേ തനന്താനേ തന്താനേ ആരോ ആരാരിരാരോ. ഇനി അടുത്ത പാട്ട്. നീ പോയാണല്ലോ. സോറി ബ്രോ, എന്താണ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. എടാ നീ നാളെ യൂട്യൂബിൽ ഞാൻ കാണും അല്ലേ? ഫേമസ് ആക്കി ബ്രോ. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് കുറവായിട്ടുണ്ട്. Don't need to worried about of that. Okay, സപ്പോർട്ട് ഞാൻ ചെയ്തിരിക്കും. പിന്നെ ബ്രോ കണ്ടന്റ് ആക്കി ഇടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലൂസ് ടോക്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇത് ഞാൻ തെറ്റിച്ചു പാടി ലിറിക്സ് ഒന്നും പോയിട്ടിരുത് കേട്ടോ ബ്രോ. അതൊക്കെ നമ്മുടെ ഫാൻസ് ഒക്കെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധാരണപ്പെട്ടവരാ, കൊച്ചു പിള്ളേരൊക്കെ. അവർക്ക് ധാരാളം. ഒരു പാട്ടുകാരന് ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് ലിറിക്സ്. അത് മര്യാദയ്ക്ക് അവൻ പാടുന്നില്ലെങ്കിൽ അവൻ പാടാൻ പാടില്ലെന്നാ പറയാ. അങ്ങനെയാണ്. അത് നമ്മുടെ അടുത്തല്ലേ, നമ്മുടെ ചാനലിൽ എല്ലാവരുടെയും പാട്ട് ഇഷ്ടം പോലെ വേറെ ഉണ്ട്. റാപ്പിഡ് സോങ് ഒക്കെ പല ടൈപ്പ് ഉണ്ട്. എന്താണ് സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം കേട്ടോ. ഓ തീർച്ചയായിട്ടും. മറ്റേ നീ എന്തായാലും നന്നായിട്ട് ചെയ്യും കണ്ടന്റ് ഒക്കെ. നാളെ വരണം പാടിത്തരണം എനിക്ക്. വേറെ പഠിച്ചിട്ട് വരണം പാട്ട്. ഓക്കെ, ഞാൻ നാളത്തേക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ല പാട്ടുള്ള കുറച്ച് ലിറിക്സ് എടുത്തു വെക്കാം, ഫോട്ടോ എടുത്തു വെക്കാം. അതാ ഈ നോക്കി വായിക്കാൻ അറിയോ? അതായത് എല്ലാ നോക്കി വായിക്കും ബ്രോ. നോക്കി പാടാൻ അറിയാം എനിക്ക്, പ്രശ്നമില്ല. കേൾക്കണം എന്നില്ല, എനിക്ക് ലിറിക്സ് അറിയാത്തതിന്റെ പ്രശ്നമേ ഉള്ളൂ. അല്ല പിന്നെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് എങ്ങനെ പാടാമല്ലോ. ഹെഡ്സെറ്റ് വെച്ചിട്ട് ബ്രോ എനിക്ക് ഇതില് വെച്ചിട്ട് കേട്ട് പാടാൻ പറ്റും. കണക്ഷൻ വേറെ കൊടുക്കാൻ പറ്റും. സൗണ്ട് കാർഡ് ഉണ്ട് കയ്യില്. അതാകുമ്പോ ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് കിട്ടും. അതാകുമ്പോ കിട്ടും. ഞാനിപ്പോ എന്താണ് എന്റെ ഒരു ഇതാ ഈ സാധനം കണ്ട വേറെ ഉണ്ട് എന്റെ അങ്ങനത്തെ അതില് ഞാൻ ഇപ്പൊ വോയിസ് സെറ്റായില്ലേ? അങ്ങനത്തെ എന്റെ വേറെ ഉണ്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അതിൽ കണക്ട് ചെയ്താൽ എനിക്ക് മൊബൈലില് വേറെ ഇതില് വേറെ കിട്ടും. അടുത്ത പ്രാവശ്യം നല്ല പാട്ടൊക്കെ നമുക്ക് പാടാം. ഒന്നുകൂടെ എന്നും നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം നേരിട്ട് കാണുമ്പോൾ ഇതുപോലെ പാട്ടിന്റെ ഓരോന്ന് ചെയ്യാം. തീർച്ചയായിട്ടും ഞാൻ ചെയ്തേക്കാം ബ്രോ. അപ്പത്തേക്ക് നല്ല നല്ല പാട്ടൊക്കെ മനസ്സിൽ വെച്ചോ. ഏത് ക്ലാസിക്കൽ സോങ്സ്, റാപ്പ് ഒന്നും പിടിക്കരുത്, ക്ലാസിക്കല് മെലഡീസ് അങ്ങനത്തെ വെറൈറ്റി ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ബ്രോ മറക്കരുത് കേട്ടോ. എന്റെ ഇൻസ്റ്റയിൽ ഒന്ന് കയറിയിട്ട് ഒരു ലൈക്കും കമന്റും ഒന്നും ഇടാൻ മറക്കല്ലേ. അത് ഞാൻ ഇട്ടേക്കാം. എന്താ ബ്രോ ആ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഹാങ് ഓവർ അതറിയോ? കിക്ക് സിനിമയില്. ഇല്ലടാ, അറിയത്തില്ല. ഹിന്ദി അത്. ഞാൻ പറഞ്ഞല്ലോ. ബ്രോ മലയാളമാണോ കൂടുതലും നോക്കുന്നത്? അല്ല ബ്രോ, ഞാൻ മലയാളം അല്ല ഹിന്ദി നോക്കും. പക്ഷെ എനിക്ക് പഴയ പാട്ടുകളിലേക്ക് അത്ര ഫെമിലിയർ അല്ല. ആ പാട്ട് മിന്നലവളെ അതാ പറയോ? കണ്ണോട് കണ്ടപ്പോൾ കണ്ണത്തിൽ ഞാൻ 1000 താരകൾ പൂത്തുവന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു, കാണാതെ പോയി. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. എന്തോ കല്യാണി മറ്റേ പാറത്ത് പുള്ളി എന്നൊക്കെ കുടിക്കുക പാടറിയോ? അടുത്ത പ്രാവശ്യം. ശരി, അടുത്ത പ്രാവശ്യം. ഓക്കെ എന്നാ ഞാൻ പോണേ. കണ്ടന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കാം. നാളെ ഇത് പോസ്റ്റ് ചെയ്യാം. ആൾക്കാരുടെ അഭിപ്രായമൊക്കെ അറിയാൻ പറ്റും. സെറ്റ് ആക്കി.